CPIM സംസ്ഥാന നേതൃത്വത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായിരുന്നു ഇ പി ജയരാജൻ. കണ്ണൂരിലെ ജയരാജൻ ത്രയത്തിലെ പ്രധാനി. എന്നാൽ 2021 ശേഷം ഇ പി ജയരാജനും CPIM നേതൃത്വവും തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ല. SFIL തുടങ്ങിയ പാർട്ടി ജീവിതം. DYFIയുടെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റ്, ദീർഘകാലം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി, വിഭാഗീയത കാലത്ത് തൃശൂർ ജില്ലാ സെക്രട്ടറി. പാർട്ടി സമ്മേളനം കഴിഞ്ഞ് മടങ്ങവേ ഏറ്റ വെടിയുണ്ടയുമായി ശിഷ്ടകാലം ജീവിതം. കൊലപാതക ശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഇ പി ജയരാജൻ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആവേശമായി. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ വ്യവസായ കായിക മന്ത്രി. 2016 ബന്ധു നിയമന വിവാദം കസേര തെറിപ്പിച്ചു. വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതോടെ 2018 വീണ്ടും മന്ത്രിപദത്തിലേക്ക്. 2021 തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി. ഇ പിയുടെ പരിഭവമറിഞ്ഞ പാർട്ടി LDF കൺവീനർ സ്ഥാനം നൽകി പിണക്കം തീർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെത്തിയതോടെ ഇ പിയുടെ പിണക്കത്തിന്റെ ആഴം കൂടി. ഒടുവിൽ BJP ബന്ധാരോപണത്തിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റൽ. ഇ പി തിരുത്തലിന് വിധേയനാകുമോ അതോ മറ്റു വഴികൾ തേടുമോ? ഇതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. റിസർച്ച് ഡെസ്ക് 24.